ശരി, മൂന്നിയൂരിൽ നിന്ന് ജംഷീർ കൂടി ചേരുന്നുണ്ട്. ജംഷീർ, വലിയ അത്യപൂർവ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരമാണ് ഇപ്പോൾ കുട്ടിക്ക് ബാധിച്ചിരിക്കുന്നത്. ഈ അമീബ വൈറസ് മൂന്നിയൂരിലെ പുഴയിൽ നിന്നാണ് കുട്ടിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ മൂന്നിയൂരിൽ ഏതൊക്കെ തരത്തിലുള്ള നടപടികളാണ് ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്നത്? അവിടെ എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്? ഷഹാന, ഞാനിപ്പോൾ ഉള്ളത് മൂന്നിയൂർ പഞ്ചായത്തിലെ 18-ാം വാർഡിലെ ഈ കുട്ടികൾ കുളിച്ചെന്ന് പറയുന്ന കടവിലാണ്. അതായത് തിരൂരങ്ങാടി മൂന്നിയൂരിലെ പാറക്കൽ കടവ് എന്ന് പറയുന്ന ഈ കടവിലാണ്. ഇവിടെയാണ് കുട്ടികൾ കുളിച്ചു എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വെള്ളം അല്പം തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടികൾ കുളിച്ചത് ഏതാണ്ട് 10 ദിവസം മുൻപാണെന്നാണ് പറയുന്നത്. ആ സമയത്ത് ഈ വെള്ളം ഇത്ര തെളിയില്ലായിരുന്നു, മഴ ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് ഈ സമീപത്തായിട്ടൊരു ഷട്ടറുണ്ട്. ആ ഷട്ടർ താഴ്ത്തിയതിനാൽ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു. ഇപ്പോൾ മഴ പെയ്തത് കൊണ്ടാണ് ഈ വെള്ളം തെളിഞ്ഞത് എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ മാത്രമല്ല, പല സ്ഥലങ്ങളിൽ നടക്കം ഇവിടെ ആളുകൾ വന്ന് കുളിക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഈ ചുറ്റളവിൽ തന്നെ, അതായത് ഏതാണ്ട് 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ 4 കടവുകളുണ്ട്. ഇത് കുളിക്കാൻ കഴിയുന്ന രീതിയിൽ, ആളുകൾക്ക് പെട്ടെന്ന് വന്ന് കുളിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കടവാണ്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് വരാറുണ്ട് കുളിക്കാൻ എന്നാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന 4 കുട്ടികൾക്ക് കൂടി ചെറിയ തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടുത്തെ ആളുകളുമായും വാർഡ് മെമ്പറുമായും ഒക്കെ സംസാരിച്ചു. അവരെല്ലാം പറയുന്നത് ഇപ്പോൾ ഈ പുഴയിൽ കുളിച്ച ആളുകളോട് ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ബന്ധപ്പെടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ കടവ് അടച്ചുകൊണ്ടുള്ള ഒരു ബാനർ ഇവിടെ സ്ഥാപിക്കാനുള്ള ഒരുക്കമാണ്. ഈ കടവ് മാത്രമല്ല, ഇതിന് സമീപത്തുള്ള മറ്റു 4 കടവുകൾ കൂടി ഇവിടെ അടയ്ക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ നാട്ടുകാരും ജനപ്രതിനിധികളും എല്ലാവരും ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ തന്നെ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി നൽകിയിട്ടുണ്ട്. ആരും പുഴയിൽ കുളിക്കരുത്, പുഴയിൽ കുളിക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ ബോർഡുകൾ സ്ഥാപിച്ച് ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് തടയാനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാരും അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകരും അടക്കമുള്ളവർ ചെയ്യാൻ ഒരുങ്ങുന്നത്. കാരണം ഇത്തരം ഒരു സംഭവം ഈ നാട്ടിൽ ആദ്യമാണെന്നാണ് ഒരു പ്രദേശവാസികൾ പറയുന്നത്. ഇവരുടെ ആദ്യത്തെ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ആശങ്കയൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ഈ വാർഡ്, ഇത് മൂന്നിയൂർ പഞ്ചായത്തിലെ 18-ാം വാർഡാണ്. ഈ 18-ാം വാർഡിലെ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള മുനീർ മാഷ് നമ്മോടൊപ്പം ചേരുകയാണ്. എന്തെല്ലാം പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത്? കാര്യമായിട്ട് നമ്മളിപ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയത്, പുഴയിൽ ഇനി കുളിക്കാൻ പാടില്ല എന്നുള്ള ശക്തമായ നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആരും പുഴയിലിറങ്ങി കുളിക്കരുത്, പ്രത്യേകിച്ച് കുട്ടികളെ പുഴയിലേക്ക് ഇറക്കരുത് എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കുളിച്ചവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പനിയോ ജലദോഷമോ തലവേദനയോ അങ്ങനെ എന്തെങ്കിലും അസുഖം ലക്ഷണം കാണുന്നുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള നമ്മുടെ മൂന്നിയൂർ കുടുംബാരോഗ്യ കേന്ദ്രവും ഈ 18-ാം വാർഡിൽ തന്നെയാണ്, അവിടെ പോയി അവരോട് ടെസ്റ്റിന് വിധേയമാവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മറ്റൊരു കാര്യം. ഈ ഇപ്പോൾ അസുഖമുണ്ടായ കുട്ടിയുടെ വീട്ടിലെയും ആ വീടിന് ചുറ്റുഭാഗത്തുള്ള ഒരു 50 വീടുകളുടെയും കിണറുകളിലുള്ള വെള്ളം ക്ലോറിനേഷൻ നടത്തിയിട്ടുണ്ട്. ഇതാണിപ്പോൾ നമ്മൾ പ്രാഥമികമായിട്ട് നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനം. ഇവിടെ പുറത്തുനിന്ന് ആളുകളൊന്ന് കുളിക്കാം? പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ കുട്ടികളൊക്കെ ആയിട്ട്, കുട്ടികളൊക്കെ ആയിട്ട് വരുന്നു, കുളിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ ഈ സമയത്ത് തന്നെ ഒരുപാട് കുട്ടികൾ കുളിച്ച് അവരവിടെ നിന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടൊന്ന് ചെക്കപ്പ് നടക്കാൻ വേണ്ടി പറയണം. അതായത് പ്രദേശവാസികൾ പറയുന്നത് ഈ വെക്കേഷൻ സമയം ആയതുകൊണ്ട് തന്നെ ഇത് അത്ര ആഴമില്ലാത്തൊക്കെ സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ കുട്ടികളുമായി വന്ന് കുളിച്ച് പോകാറുണ്ട് എന്നുള്ളതാണ്. ഈ കുട്ടികൾ കുളിച്ചതിന് ശേഷവും ഇവിടെ കുട്ടികളടക്കമുള്ളവർ കുളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് ആരാണ് എന്നാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. ഈ പ്രദേശത്തുള്ളവരോട് കൃത്യമായി അവർ ആരോഗ്യ പ്രവർത്തകരെ കാണണം, അല്ലെങ്കിൽ ആശുപത്രിയിൽ ചികിത്സ തേടണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ മറ്റുള്ളവർ ആരെങ്കിലും ഇത്തരത്തിൽ ഇവിടെ വന്ന് കുളിച്ചിട്ടുണ്ടെങ്കിൽ അവരും കൃത്യമായി ഇത്തരത്തിൽ ആശുപത്രികളെ സമീപിക്കണം എന്നുള്ള നിർദ്ദേശം കൂടിയാണ് നൽകുന്നത്. ഇപ്പോൾ ഈ മൂന്നിയൂരിലെ പുഴയിൽ കുളിച്ച കുട്ടിക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളത്. കുട്ടിയുടെ ബന്ധുക്കളായ 4 പേരും നിരീക്ഷണത്തിലാണ്. കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷംസീറും മലപ്പുറം മൂന്നിയൂരിൽ നിന്ന് ജംഷീറുമാണ് വിവരങ്ങൾ നൽകിയത്.